പ്രാർത്ഥിക്കാം. ഇനി പ്രാർത്ഥിച്ചു. കൃപ തരണമേ ദൈവമേ. ആമേൻ. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ വരമധികം. ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ വരമധികം. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ സായാഹ്ന സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിപ്പാനായി കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേഗമെഴുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം കർത്താവിൻ്റെ പ്രത്യക്ഷതയും ആ സമയത്ത് കർത്താവിനുള്ളവരും എന്നുള്ള വിഷയമാണ് നമ്മൾ മുഖ്യമായിട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ പ്രത്യക്ഷത സ്വർഗത്തിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അത് അറിയുന്നവരും ഗ്രഹിക്കുന്നവരും കർത്താവിനോടൊപ്പം ചേരുന്നവരുമായി ഒരു കൂട്ടത്തെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അവിടെ ആ ഒരുക്കത്തെക്കുറിച്ച് കർത്താവിൻ്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: പാപം ചെയ്യുന്നതിന് മുമ്പ്, അതായത് ദൈവം ആദ്യമായി ഈ ലോകത്തിൽ സൃഷ്ടിച്ചത് ഒരു മനുഷ്യനെയാണ്, ആദാം എന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ്. ഈ ആദാമിനെ സഹായിയായിട്ടും തുണയായിട്ടുമാണ് ഹൗവയെ സൃഷ്ടിച്ചത്. അപ്പോൾ ആദാമിനെയും ഹൗവയെയും ദൈവം സൃഷ്ടിക്കുമ്പോൾ അവർക്കുള്ള പ്രത്യേകത തേജസ് അവരുടെ മേലുണ്ടായിരുന്നു. അവരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞത് പ്രകാരമാണ്. 6-ാമത്തെ ദിവസം കർത്താവ് പറഞ്ഞു, നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും മനുഷ്യനുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണും വെള്ളോട്ട് സദൃശ്യമായ കാലും മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതും ആയ ഒരു ഭയങ്കര രൂപമാണ് സ്വരൂപം. മറ്റൊന്ന് സാദൃശ്യമാണ്. സാദൃശ്യം എന്ന് പറഞ്ഞാൽ ഈ സ്വരൂപം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പുത്രനാണ്. ദൈവത്തിൻ്റെ പുത്രൻ്റെ വിവിധ അവസ്ഥകളെയാണ് ദൈവശക്തി, ദൈവജ്ഞാനം, ക്രിസ്തു എന്നിങ്ങനെ പറയുന്നത്. വിവിധ അവസ്ഥകളെയാണ്, ആളൊന്നു തന്നെയാണ്. അങ്ങനെ ദൈവപുത്രൻ്റെ ഈ രൂപം ഭൂമിയിലേക്ക്, അതായത് ദൈവം സൃഷ്ടിച്ച ഭൂമിയിലേക്ക് വന്ന് ഒരു മനുഷ്യ വേഷമെടുക്കും. അതായത് മനുഷ്യനെ പോലെ തന്നെ ഒരു രൂപം സ്വീകരിക്കും. അങ്ങനെ സ്വീകരിച്ചാൽ ആ രൂപമാണ് എന്തായിരിക്കുമെന്നുള്ള ചോദ്യമാണ്
അതിനുള്ള ഉത്തരമാണ് യേശുക്രിസ്തു എന്ന മനുഷ്യന്റെ രൂപം. അപ്പോൾ ആളൊന്ന് തന്നെ, വേഷം രണ്ട്. ഒന്ന് ദൈവരൂപവും ഒന്ന് മനുഷ്യരൂപവും. മനസ്സിലായോ? അങ്ങനെ ദൈവരൂപത്തിലിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു കാലാവസാനത്തേക്ക് മനുഷ്യരൂപം എടുത്തു വരും. അപ്പോൾ ദൈവപുത്രനെ സംബന്ധിച്ചിടത്തോളം ദൈവരൂപമെന്നും ദൈവത്തിന്റെ സാദൃശ്യമെന്നും രണ്ട് കാര്യങ്ങളുണ്ട്. ഇത് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ദൈവരൂപം എന്ന് പറയുന്നത് മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതും കണ്ണഗ്നിജ്വാല എന്ന ഭയങ്കര രൂപം. അതുപോലെ തന്നെ ദൈവത്തിന്റെ സാദൃശ്യം എന്ന് പറയുന്നത് മനുഷ്യരൂപം, അസ്ഥിയും മാംസവും ഒക്കെ ഉള്ള ഒരു രൂപം. അതാണ് സാദൃശ്യം. ഇത് രണ്ടും ആദാമിനുണ്ടായിരുന്നു. എന്നാൽ പാപത്തിൽ സാദൃശ്യം മാത്രം നിലനിന്നു, സ്വരൂപം നഷ്ടപ്പെട്ടു. സ്വരൂപം എന്ന് പറയുന്നത് തേജസ് നഷ്ടപ്പെട്ടു, പുത്രത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഭയങ്കര രൂപം ആദാമിൽ തേജസ്സായിട്ടുണ്ടായിരുന്നു, അങ്ങ് പോയി. വീണ്ടും ഈ ലോകത്തിൽ മനുഷ്യനെ ദൈവം നിലനിർത്തി. അങ്ങനെ കാലാവസാനത്തെങ്കിൽ ദൈവം ഒരു കൂട്ടം മനുഷ്യർക്ക് മാത്രം ഈ രൂപം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അതാണ് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അവൻ എങ്ങനെ? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ ആദാമിന് ഏതൊക്കെ രൂപം ഉണ്ടായിരുന്നു? നിയമം ഒന്ന് ദൈവത്തിന്റെ സ്വരൂപം, ഒന്ന് സാദൃശ്യം. സ്വരൂപം എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? തേജസ്, അഗ്നിജ്വാലയ്ക്കത്തുള്ള കാണുന്ന ആ ആളുടെ തേജസ് ഉണ്ടായിരുന്നു. സാദൃശ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ലോകത്തിൽ വന്ന യേശുവിന്റെ രൂപം. ഇത് രണ്ടും ഉണ്ടായിരുന്നു. പാപത്തിൽ ഏത് നഷ്ടപ്പെട്ടു? പാപത്തിൽ ദൈവത്തിന്റെ സ്വരൂപം നഷ്ടപ്പെട്ടു. അതിനുശേഷം ജനിച്ചവർക്ക് ഈ രണ്ട് കാര്യങ്ങളിൽ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഏത്? സാദൃശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്വരൂപം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ദൈവത്തിന്റെ സ്നേഹിതനാണെന്നുള്ള പേര് കേട്ട ആളാണ് അബ്രഹാം. അബ്രഹാമിന് സ്വരൂപം ഉണ്ടായിരുന്നോ? ഇല്ല, ഒരു മനുഷ്യനും ഇല്ല. ഇനി പുതിയ നിയമ സഭയിൽപ്പെട്ട എല്ലാവർക്കും ഉണ്ടോ? ഇല്ല. പിന്നെ ആർക്കേ ഉള്ളൂ? മുൻ നിശ്ചയിച്ച കുറച്ച് പേർക്ക് മാത്രമേ. ഇവരുടെ കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ മാനവരാശിക്ക് നഷ്ടപ്പെട്ടു പോയ ഈ സ്വരൂപം തിരികെ കിട്ടാനായിട്ട് കുറച്ച് പേർക്ക് വാഗ്ദാനമുണ്ട്. അങ്ങനെയുള്ളവരാര് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ കൂട്ടത്തിൽ പെട്ടതാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കർത്താവിന്റെ പ്രത്യക്ഷതയുമായിട്ട് നമ്മൾ ചിന്തിച്ചപ്പോൾ, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ 3 ശബ്ദങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. കർത്താവ് ആകാശത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ എത്ര ശബ്ദം? 3 ശബ്ദം. ഏതൊക്കെ? കർത്താവ് തന്നെ ഗംഭീരനാദം, രണ്ടാമത് പ്രധാന ദൂതന്റെ ശബ്ദം, മൂന്നാമത്തത് ദൈവത്തിന്റെ കാഹളം. അല്ല, ആദ്യത്തത് രണ്ട് കാര്യം നമ്മൾ പഠിച്ചു. ഒന്നാമത്തത്
ഗംഭീരനാദം. ഗംഭീരനാദം കേൾക്കുന്നതാരാ? ഏ? എങ്ങനെ? ചെവി തുറന്ന് ദൈവത്തിന്റെ വചനം കേട്ടിട്ടുള്ള ദൈവത്തിന്റെ മക്കൾ. ചെവി തുറക്കുന്നത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ? എങ്ങനെയാ ചെവി തുറക്കുന്നത്? പീഡയിൽ തന്നെ ചെവി തുറക്കുന്നത്. വെരി ഗുഡ്. അങ്ങനെ വളർന്നു വന്ന ഒരു കൂട്ടം അവരാണ് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നത് അവരാണ്. രണ്ടാമത്തെ കൂട്ടം, രണ്ടാമതാണ് പ്രധാന ദൂതന്റെ ശബ്ദം. പ്രധാന ദൂതൻ ആരാ? പ്രധാന ദൂതനാണ് മീഖായേൽ. മീഖായേൽ അല്ലാതെ വേറെ ദൂതന്മാരുണ്ടോ കർത്താവിന്? ആരാ? ഒരു പേര് പറഞ്ഞ്. ഗബ്രിയേൽ. അങ്ങനെ അനേക ദൂതന്മാരുണ്ട്. അതിലൊരാളാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ദൂതനാണ്. നമ്മുടെ ഇന്ത്യയുടെയൊക്കെ സർവ്വ സൈന്യാധിപൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. രാജ്യത്തെ സംരക്ഷിക്കുവാനും രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനും രാജാവിൻ്റെ രാജകൽപ്പന പുറപ്പെടുവിക്കുന്നത് നടപ്പാക്കാനുമായി ഉള്ള ഒരാളാണ് സർവ്വ സൈന്യാധിപൻ. സർവ്വ സൈന്യാധിപനോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വ സൈന്യാധിപൻ ആരോട് പറയും? തൻ്റെ കീഴിലുള്ള ദൂതന്മാരോട് പറയും. ലോകത്തിൽ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൈവസഭയിലേക്ക് കൊണ്ടുവരുന്ന എല്ലാവർക്കും ആരുണ്ട്? സംരക്ഷണത്തിനായിട്ട് ദൂതന്മാരുണ്ട്. അവരെക്കുറിച്ച് കർത്താവിൻ്റെ കൽപ്പന എന്താ? ഒരു കൽപ്പന പറഞ്ഞല്ലോ, അവരെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകരുത്. അത്രമാത്രം കർശനമായ നിയമമാണ് ആത്മീയമണ്ഡലത്തിലുള്ളത്. നമ്മുടെ കാല് തെറ്റിക്കഴിഞ്ഞാൽ ആര് മറുപടി പറയണം? ദൈവത്തിൻ്റെ ദൂതൻ ദൈവത്തോട് മറുപടി പറയണം. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധയോടുകൂടി മാത്രമേ അവർ വരൂ. അപ്പോൾ കർത്താവിൻ്റെ വരവെങ്കിൽ പ്രധാന ദൂതനായ മീഖായേൽ ഒച്ചയെടുക്കും, ശബ്ദമെടുക്കും. ഈ ശബ്ദം ആര് കേൾക്കും? ദൈവം സംരക്ഷിക്കാനായിട്ട്, ദൈവത്തിൻ്റെ മക്കളെ സംരക്ഷിക്കാനായിട്ട് കൊടുത്തിട്ടുള്ള ദൂതന്മാർ ഈ ശബ്ദം കേൾക്കും. ഈ ശബ്ദം കേൾക്കുമ്പോൾ ദൂതന്മാർ എന്ത് ചെയ്യും? ഇവരെ എടുത്ത് എങ്ങോട്ടാക്കും? മേഘങ്ങളിലേക്ക് ആക്കുവാൻ ഉയരത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ദൂതന്മാർ കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ച് നമ്മളൊരിക്കൽ പഠിച്ചിട്ടുണ്ട്. ലാസറിൻ്റെയും ധനവാന്റെയും അനുഭവം. ലാസർ മരിച്ചപ്പോൾ എങ്ങോട്ട് പോയി? ലാസർ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രാഹാമിൻ മടിയിലേക്ക് കൊണ്ടുപോയി. നമ്മളൊക്കെ നമ്മുടെ ജീവിതകാലം തീർന്നു കഴിയുമ്പോൾ, കാലം അവസാനിച്ച് കഴിയുമ്പോൾ ഉടനെ തന്നെ ആര് വരും? ദൂതന്മാർ വരും. എന്നിട്ട് നമ്മുടെ ആത്മാവിനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമ്മെ നോക്കാൻ, സംരക്ഷിക്കാനായിട്ട് ദൈവം തന്നിട്ടുള്ള ദൂതന്മാർ എപ്പോഴും നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. പ്രധാന ദൂതൻ ശബ്ദിച്ചു കഴിയുമ്പോഴേക്കും ഒരാളെ ദൂതൻ അങ്ങ് എടുത്ത്, നയമേനെ ദൂതൻ അങ്ങ് എടുത്ത്, നയമയുടെ കൂട്ടുകാരത്തി അല്ലെങ്കിൽ പരിചയമുള്ള വേറൊരാളെ, അയൽവക്കത്തുള്ള ഒരു മാതാവിനെ ദൈവം എടുത്തില്ല. അവരും വിശ്വാസിയാണ്, നയമയും വിശ്വാസിയാണ്. എന്തുകൊണ്ട് ഒരാളെ എടുത്തു ഒരാളെ എടുത്തില്ല? അവരുടെ ദൂതൻ അറിഞ്ഞില്ല. കാരണം ക്രിസ്തീയ ജീവിതത്തിൽ വരുന്നവർക്കെല്ലാം പരിശോധനയും പരീക്ഷയും ഉണ്ടാകും. പരീക്ഷിക്കപ്പെടുമ്പോൾ പരീക്ഷയിൽ പല പ്രാവശ്യം തോറ്റ് ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞാൽ അവരുടെ ദൂതന്മാരെ തിരിച്ചെടുക്കും. അവർക്ക് പിന്നെ കൂടെ ദൂതന്മാർ സംരക്ഷണത്തിനായിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവർ
ഈ പ്രധാന ദൂതൻ ശബ്ദം വയ്ക്കുമ്പോൾ അവരുടെ ദൂതന്മാരറിയില്ല. അതുകൊണ്ട് അവരും അറിയില്ല. അപ്പൊ ആ ദിവസത്തിങ്കൽ നമ്മൾ പ്രധാന ദൂതന്റെ ശബ്ദത്തിങ്കൽ നമ്മൾ എടുക്കപ്പെടണമെങ്കിൽ നമ്മുടെ കൂടെയുള്ള ദൂതൻ, ഒന്നാമത്തെ നമ്മുടെ കൂടെ ദൂതൻ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ആ ദൂതൻ ദൈവത്തിന്റെ കൽപ്പന കേട്ട് നമ്മെ എടുക്കാൻ തക്കവണ്ണം ദൈവകൽപ്പന പ്രാപിച്ചവനായിരിക്കണം. അതിന് വേണമെങ്കിൽ നമ്മൾ പരീക്ഷയെ ജയിച്ചവരായിരിക്കണം. പരീക്ഷയിൽ തോറ്റാൽ ഒരിക്കലും അവരോട് കൂടെ ഈ ദൂതൻ ഉണ്ടാവില്ല. ഇങ്ങനെയാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന അനവധി ആളുകൾ. ദൂതൻ നഷ്ടപ്പെടാനും ദൂതന്റെ പ്രവർത്തനം നിൽക്കാനും ഒക്കെ ഉള്ള ഓരോ വ്യവസ്ഥകളുണ്ട്. യേശു മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഈ പരീക്ഷിക്കുമ്പോൾ, ശത്രു വന്ന് പരീക്ഷിക്കുമ്പോൾ ദൂതന്മാർ മാറി നിൽക്കും. പരീക്ഷ കഴിഞ്ഞ് ജയിച്ചാൽ ദൂതൻ അടുത്ത് വരും വീണ്ടും. പക്ഷെ പരീക്ഷയിൽ തുടർച്ചയായിട്ട് തോറ്റ് ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞാൽ പിന്നെ ഈ ദൂതന്മാർ അടുത്ത് വരില്ല. ഇതാണ് ദൈവ ദൂതന്മാരുടെ പ്രവർത്തനവും ദൈവഭക്തനും തമ്മിലുള്ള ബന്ധം. ഇന്ന് മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ കാഹളം. ദൈവത്തിന്റെ കാഹളം എന്ന് പറയുന്നത് എന്താണ്? നമുക്കതിന് സംഖ്യാപുസ്തകം ഒന്ന് വായിക്കാം. ഒന്ന് മുതൽ വായിക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തതെന്തെന്നാൽ, വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക, അടിപ്പ് പണിയായി അവയെ ഉണ്ടാക്കണം. അവ നിനക്ക് സഭയെ വിളിച്ചു കൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിപ്പാനും ഉതകണം. അവ ഊതുമ്പോൾ സഭ മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ നിന്റെ അടുക്കൽ കൂടണം. ഒരു കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിന്റെ സഹസ്രാധിപന്മാരായ പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ കൂടണം. ഗംഭീരധ്വനി ഊതുമ്പോൾ കിഴക്കേ പാളയം യാത്ര പുറപ്പെടണം. 2-ാം പ്രാവശ്യം ഊതുമ്പോൾ തെക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടണം. അപ്പോൾ ഈ കാഹളം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പഴയ നിയമത്തിൽ പഠിപ്പിക്കുന്നതാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അത് എന്തിനു വേണ്ടി 2 കാര്യങ്ങൾ നമ്മൾ പൊതുവായിട്ട് 2 കാര്യങ്ങൾ ഓർത്തോളണം. കാഹളം എന്ന് പറയുമ്പോൾ അതിന് 2 ഉദ്ദേശമാണ്. ഒന്ന്, കാഹളം കേൾക്കുന്നിടത്ത് സഭ ഒരുമിച്ച് കൂടും. 2, കാഹളം ഊതുമ്പോൾ പുറപ്പെടണം. അപ്പോൾ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാഹളം ഊതുന്നത്. എന്തിനൊക്കെയാ? സഭ ഒരുമിച്ച് കൂടണം, 2 പുറപ്പെടണം. ഈ 2 കാര്യങ്ങൾക്കാണ് കാഹളം ഊതുന്നത്. ഇതാണ് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന കാഹളം. അപ്പൊ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന കാഹളങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് വരുമ്പോ ദൈവം ഈ കാഹളങ്ങ് ഊതിക്കഴിയുമ്പോഴേക്കും ഒന്നാമത് ഒരാള് ഇവിടെ എടക്കാട്ട് വയലിൽ സഭയായിട്ട് ഉണ്ട്, ഒരാൾ ചൈനയിലുണ്ട്, ഒരാള് ആഫ്രിക്കയിലുണ്ട്, ഒരാൾ ആസ്ട്രേലിയയിലുണ്ട്. ഇതെല്ലാം ചെതറിക്കിടക്കും അവിടെ ഇവിടെയൊക്കെ. സഭയാണെങ്കിൽ ഈ കാഹളത്തിങ്കിൽ എന്ത് ചെയ്യും? 4 വശത്തുനിന്നും ഒരുമിച്ച് കൂടും, ഒറ്റക്കെട്ടാവും. ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടും, അടുത്ത കാഹളത്തിന് മേളിലേക്ക് എടുക്കും. അപ്പൊ ഇത് സംഭവിക്കുന്നത് എന്ന് പറയുന്നത്, കാഹളം കേൾക്കണം. കാഹളത്തിങ്കൽ മനുഷ്യർക്ക് വ്യത്യാസം വരണം. എടുക്കപ്പെടാൻ തക്കവണ്ണം അവരെ രൂപാന്തരപ്പെടുത്തണം. അതിനെക്കുറിച്ച് കർത്താവിന്റെ വചനം പറയുന്നത് പ്രകാരമാണ്.
അന്ത്യകാഹളനാദത്തിങ്കൽ കൊരിന്ത്യ ലേഖനം ഈ കാഹളത്തിന്റെ പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചോളണം. 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിന്റെ 51 മുതൽ ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയും. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഈ കാഹളനാദം എന്ന് പറയുന്നത് കർത്താവിന്റെ ശബ്ദം പോലെയും ഇതുപോലെയല്ല. കർത്താവിന്റെ ശബ്ദത്തിൽ വരുന്ന മാറ്റങ്ങളും പ്രധാന ദൂതന്റെ ശബ്ദത്തിൽ വരുന്ന മാറ്റങ്ങളും കാഹളനാദത്തിൽ വരുന്ന മാറ്റങ്ങളും മൂന്ന് തരമാണ്. കാഹളം ധ്വനിച്ചു കഴിയുമ്പോഴേക്കും, ഈ കാഹളത്തിന്റെ ശബ്ദം കേട്ട് കഴിയുമ്പോഴേക്കും ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത്, സഭയായിട്ടുള്ളവര് മുഴുവനും രൂപാന്തരപ്പെടും. അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കും. ഉയർക്കും, രൂപാന്തരപ്പെടും, ഈ ശബ്ദം കേൾക്കും. അത്രമാത്രം വ്യത്യാസം അവിടെ വരും. അപ്പോൾ സഭയായിട്ടുള്ളവരെല്ലാവരും ഒരുമിച്ച് കൂടും, എടുക്കപ്പെടും. അവർക്ക് സംഭവിക്കുന്നത്, അവര് മരിച്ചവരിൽ നിന്ന് ഉയർക്കും, രൂപാന്തരപ്പെടും. അവർക്ക് അവര് അവർക്ക് മരിച്ചവർ ഉയർക്കും, രൂപാന്തരപ്പെടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സംഭവിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ അവരാരായിരിക്കണം? സഭയായിരിക്കണം. അടുത്ത ഭാഗമാണ്. അപ്പോൾ ഈ സഭയെന്ന് പറയുന്നത് ആരാണ്? അതിന് കർത്താവിന്റെ വചനത്തിൽ 2-ാം അധ്യായത്തിന്റെ 41-ാം വാക്യം മുതൽ, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 41 മുതൽ വായിക്കുമ്പോൾ അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ഒന്നാമത് തന്നെ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അതായത് അവർക്ക് ഹൃദയത്തിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം. എന്താ ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന്റെ പ്രത്യേകത? അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിനുള്ള പ്രത്യേകത എന്താണ്? അതായത് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം മുതൽ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി 4:11 എഫേസ്യർ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അതായത് ദൈവസഭയെ വാർത്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് പഠിച്ച് വളരുമ്പോൾ, പഠിച്ച് പൂർത്തീകരിച്ച് വരുമ്പോഴത്തേക്കും, ഇപ്പോൾ പോള് പഠിച്ചു വരുന്ന പഠനത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. അതിനകത്ത് അവസാനം CA എന്നുള്ള CA പാസ്സായ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവൻ അതിൽ പഠിച്ചിട്ടുള്ള ആരൊക്കെ കൂടിയാ? അതിനകത്ത് അക്കൗണ്ടൻസി പഠിപ്പിക്കുന്നവരുണ്ട്, നിയമം പഠിപ്പിക്കുന്നവരുണ്ട്, മറ്റ് ടാലി പഠിപ്പിക്കുന്നവരുണ്ട്, ഭാഷ പഠിപ്പിക്കുന്നവരുണ്ട്.
മറ്റ് ഇങ്ങനെ പല പല ടീച്ചേഴ്സും കൂടിയാണ്, പല അധ്യാപകരും കൂടിയാണ് ഈ വ്യക്തിയെ ആരാക്കിയത്, ഈ സിയക്കാരനാക്കിയത്. ഇതുപോലെ തന്നെ ദൈവസഭയെ സഭയാക്കുന്ന ഒന്നുണ്ട്. അതിനൊരു പദവിയുണ്ട്. അതായത് ക്രിസ്തുയേശു എന്ന തലയോളം വളർന്ന സഭയെന്നാണ് ആദിയാതന്മാരുടെ സഭ. ആ പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ 5 ടീച്ചേഴ്സ് വേണം. 5 സ്ഥാനങ്ങൾ. ഇപ്പോൾ നിങ്ങളെ സയൻസ് പഠിപ്പിക്കുന്നവരില്ലേ, കണക്ക് പഠിപ്പിക്കുന്നവരുണ്ട്, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നവരുണ്ട്, മറ്റ് പല ഇതും പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ദൈവത്തിൻ്റെ സഭയെ വളർത്തുവാനായിട്ട് 5 പേര് ഉണ്ട്. ആരൊക്കെയാ? 1 അപ്പോസ്തലന്മാർ, 2 പ്രവാചകന്മാർ, 3 ഉപദേഷ്ടാക്കന്മാർ, 4 സുവിശേഷകന്മാർ, 5 ഇടയന്മാർ. ഇപ്പോൾ എത്ര പേരുണ്ട്? 5 പേര്. 5 ടീച്ചേഴ്സാണ്. സഭയെ പണിയാനായിട്ട് ദൈവം നിയമിച്ചിരിക്കുന്നത് എത്ര ടീച്ചേഴ്സാന്ന് ചോദിച്ചാൽ, എത്ര ഗുരുക്കന്മാരാന്ന് ചോദിച്ചാൽ എത്ര പേര് പറയും? 5 പേർ. ഒന്ന് പറയാമോ ഏതൊക്കെയാണ്? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, പിന്നെ സുവിശേഷകന്മാർ. ഇങ്ങനെ 5 പേരാ. ഇങ്ങനെ ഈ 5 പേരും കൂടിയാണ് ഈ സഭയെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇങ്ങനെ വളർത്തി വന്നു കഴിയുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത്, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം, അതായത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത. യേശു ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ട്. പക്ഷേ നമ്മളോട് പറയാൻ പഠിച്ചാൽ എവിടം വരെയാ? നിങ്ങൾക്കൊരു പുസ്തകം തന്നിട്ടുണ്ട് പഠിക്കാനായിട്ട്. നിങ്ങളിപ്പോൾ സയൻസ് പഠിക്കാനായിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന പുസ്തകം പഠിക്കാനുള്ള, അതിനപ്പുറത്തേക്ക് പഠിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ നമുക്ക് കർത്താവ് ശുശ്രൂഷയും തന്നിട്ടുണ്ട്, പുസ്തകവും തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ആ പുസ്തകത്തിലുള്ള ജ്ഞാനം അറിയാവുന്നത് അപ്പോസ്തലന്മാർക്കാണ്. അവരുടെ ജ്ഞാനത്തോട് ഐക്യത നമുക്കുണ്ടായിരിക്കണം. അതായത് യേശു ആര്, ദൈവം ആര് എന്നുള്ള ചോദ്യത്തിന് അപ്പോസ്തലനായ പൗലോസും പത്രോസും പറയുന്ന അതേ അറിവ് തന്നെ ഞാനും പറഞ്ഞാൽ ഞാൻ ആരാ? വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയിലായി. അത് മാറ്റാൻ പാടില്ല. ദൈവപുത്രൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ അറിവ് നമുക്കുണ്ടായിരിക്കണം എന്നർത്ഥം. അപ്പോൾ നമ്മുടെ പഠനം എവിടം വരെ ആയിരിക്കണം? ദൈവപുത്രനെ കുറിച്ച് അപ്പോസ്തോലിക ഉപദേശം വരെ ആയിരിക്കണം. ഇതുകൊണ്ടാണ് പറഞ്ഞത് എന്തെന്ന് കേട്ടെ, അവരെന്ത് ചെയ്തു? രണ്ടാം അധ്യായത്തിന്റെ 44 വാക്യം, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും വാക്യം വായിച്ചേ. 43. അപ്പോസ്തലന്മാരുടെ ഉപദേശം അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത്, നമുക്ക് വിശ്വാസത്തിലേക്ക് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഒന്നാമത്തെ വാക്യം നമ്മൾ ഗ്രഹിക്കാനിടയായി തീർന്നത്, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. കൂട്ടായ്മയുടെ ശുശ്രൂഷയായ, മഹത്തായിട്ടുള്ള ശുശ്രൂഷയായ തിരുവത്താഴ് ശുശ്രൂഷയും അപ്പം നുറുക്ക് ശുശ്രൂഷയും
പ്രാപിക്കുമ്പോൾ മനുഷ്യൻ എന്തൊക്കെ പ്രാപിക്കുന്നു? അതായത് വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. യേശുക്രിസ്തുവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി നമ്മൾ തീരണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാപിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ്. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ ആത്മാവ്. 2, യേശുക്രിസ്തുവിൻ്റെ മനസ്സ്. 3, യേശുക്രിസ്തുവിൻ്റെ ശരീരം. അപ്പോൾ നമ്മൾ ഏതൊക്കെ പ്രാപിക്കണം? യേശുക്രിസ്തുവിൻ്റെ ആത്മാവ്, യേശുക്രിസ്തുവിൻ്റെ മനസ്സ്, യേശുക്രിസ്തുവിൻ്റെ ശരീരം. യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനെ കുറിച്ച് റോമാലേഖനം 8-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് 8:9. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ സ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരല്ല. ഉം. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. സ്തോത്രം. ഒന്നാമത് വേണ്ടത് ഏതാ? ക്രിസ്തുവിൻ്റെ ആത്മാവ്. രണ്ടാമത് വേണ്ടത് 1 കൊരിന്ത്യർ ലേഖനം 2:16. കർത്താവിന്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിച്ചവൻ ആര്? കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആര്? നാമോ ക്രിസ്തുവിന്റെ നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. മനസ്സുള്ളവരാകുന്നു. അപ്പോൾ നാം ക്രിസ്തുവിൻ്റെ ഏത് ഭാഗമുള്ളവരാ? ഒന്നാമത്തത് നമ്മൾ പറഞ്ഞത് എന്താ? ക്രിസ്തുവിൻ്റെ ആത്മാവ്. ഇതെന്താ? ക്രിസ്തുവിൻ്റെ മനസ്സ്. ഇനി മൂന്നാമത്തത് യോഹന്നാന്റെ സുവിശേഷം 6:53. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഉം. നിങ്ങൾ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രാപിക്കേണ്ടിയിരിക്കുന്നു? നമ്മൾ പൊതുവായിട്ട് നമ്മൾ പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ്, യേശുക്രിസ്തുവിൻ്റെ മനസ്സ്, യേശുക്രിസ്തുവിൻ്റെ രക്തം, യേശുക്രിസ്തുവിൻ്റെ ശരീരം. ഈ 4 കാര്യങ്ങൾ നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കണം. ഇത്രയും നമ്മൾ ദൈവത്തിൽ നിന്ന് ദൈവം അതിനെ വ്യവസ്ഥപ്രകാരം ചെയ്തിരിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ളവരെ നമ്മൾ എന്തൊക്കെ പ്രാപിച്ചിരിക്കണം? യേശുക്രിസ്തുവിൻ്റെ ആത്മാവ്, യേശുക്രിസ്തുവിൻ്റെ മനസ്സ്, യേശുക്രിസ്തുവിൻ്റെ രക്തം, യേശുക്രിസ്തുവിൻ്റെ ശരീരം. ഇത്രയും കാര്യങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് എങ്ങനെ പ്രാപിക്കും? വചനം കേട്ടവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള ദൈവത്തിൻ്റെ വചനം കേട്ട് വിശ്വസിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് കിട്ടും. മനസ്സെങ്ങനെ കിട്ടും? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ എങ്ങനെ കിട്ടണ? 3:18 വായിക്കും. 1 പത്രോസ് 3:18. അവളും കൂടെ എടുക്കത്തോട്ടെ. 1 പത്രോസ് 3:18. 3:19 വായിച്ചു. ശരി.
സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല. വായിച്ചോ. സ്നാനം ഇപ്പോൾ ജഡത്തിന്റെ കിട്ടിയ അഴുക്ക് കിട്ടി നമുക്ക് കിട്ടിയാലേ 21 3:21 കിട്ടിയാ? ആ സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായുള്ള ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ. അപ്പം നമ്മൾ സ്നാനപ്പെടാൻ വരുമ്പോഴത്തേക്കും എന്ത് ചോദിച്ചോണ്ടാ വരുന്നേ? കർത്താവേ നല്ല മനസ്സ്. നല്ല മനസ്സ് ആരുടെയാ? യേശുവിൻ്റെ. യേശുവിൻ്റെ മനസ്സ് എനിക്ക് തരണം. ഇത് ചോദിച്ചോണ്ടാ വരുന്നത്. അപ്പോൾ സ്നാനത്തിൽ അത് കിട്ടും. മനസ്സ് അങ്ങനെ തന്നെ കിട്ടും. ആത്മാവ് എങ്ങനെ കിട്ടും? വചനം കേട്ട് വിശ്വസിക്കുമ്പോൾ ആത്മാവും കിട്ടി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഈ ശരീരം എങ്ങനെ കിട്ടും? ശരീരത്തിന് രക്തം എങ്ങനെ കിട്ടും? തിരുവത്താഴ ശുശ്രൂഷയിൽ കൂടി. വെരി വെരി ഗുഡ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ കാഹളനാദം കേൾക്കുമ്പോൾ ഉള്ള അനുഭവമാണ് നമ്മൾ പറഞ്ഞത്. ഈ കാഹളനാദം കേൾക്കണമെങ്കിലും നാം രൂപാന്തരപ്പെടണമെങ്കിലും 1 ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ടായിരിക്കണം, 2 ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടായിരിക്കണം, 3 ക്രിസ്തുവിൻ്റെ രക്തമുണ്ടായിരിക്കണം, 4 ക്രിസ്തുവിൻ്റെ ശരീരമുണ്ടായിരിക്കണം. വചനത്തിൻ്റെ കേൾവിയുള്ള വിശ്വാസത്തിൽ കൂടി ആത്മാവ് ലഭിക്കുന്നു. വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി, ക്രിസ്തീയ സ്നാനത്തിൽ കൂടി ക്രിസ്തുവിൻ്റെ മനസ്സ് ലഭിക്കുന്നു. തിരുവത്താഴ ശുശ്രൂഷയിൽ കൂടി ക്രിസ്തുവിൻ്റെ രക്തവും ക്രിസ്തുവിൻ്റെ ശരീരവും കിട്ടുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മൾ ദൈവത്തിൻ്റെ സഭയുടെ യോഗ്യതയായി. അപ്പോഴും സഭയായെന്ന് പറയാറായിട്ടില്ല. മനസ്സിലായില്ലേ? സഭയാകണമെങ്കിൽ അടുത്ത ഘട്ടങ്ങൾ വേണം. ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അടുത്ത വായിച്ചേ. ഇനി 2:44 അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2:44. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും എല്ലാവരും സകലതും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവരും പങ്കിടുകയും ചെയ്തു. ഒരുമനപ്പെട്ട ദിനംപ്രതി ദേവാലയത്തിൽ കൂടുകയും ആ. വീട്ടിൽ അപ്പം നോക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. സകലത്തിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. ആ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തു. ഇങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് എന്ത് ചെയ്തു? സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. സഭയോട് ചേർത്തുകൊണ്ട്. അപ്പോൾ സഭയോട് ചേർക്കണം. ഇത്രയും കാര്യങ്ങളിൽ ദൈവത്തിന് തൃപ്തി വന്നാൽ കർത്താവ് എന്ത് ചെയ്യും? സഭയോട് ചേർക്കും. അതിനുവേണ്ടി കർത്താവ് എന്ത് ചെയ്യുന്നു? 1 കൊരിന്ത്യർ ലേഖനം 12:13-14. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ, അതാര് ഏത് ജാതിയായാലും, എത്ര ശ്രേഷ്ഠനായാലും, എത്ര ഹീനനായാലും, ആരായിരുന്നാലും ഏക ശരീരമാകും. അതായത് ക്രിസ്തുയേശുവിന്റെ ശരീരമായി തീരാൻ തക്കവണ്ണം ഒരാത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. ഇത് രണ്ടും തൃപ്തി ആയിട്ടുണ്ടെങ്കിൽ കർത്താവ് ഇങ്ങനെയുള്ളവരെ തൻ്റെ സഭയോട് ചേർക്കും. അതായത് യേശുവിൻ്റെ ശരീരമായി തീരും. യേശുവിൻ്റെ ശരീരമായി തീർന്നു. ഇങ്ങനെയുള്ളവർ മാത്രമേ ഈ കാഹളനാദം കേൾക്കുള്ളൂ. അല്ലാത്തവരാരും കാഹളനാദം കേൾക്കില്ല. കർത്താവിന് സ്തോത്രം. അപ്പോൾ കാഹളനാദം എന്തിനു വേണ്ടിയിട്ടുള്ളതാ? മറന്നുപോയി. സഭയെ ഒരുമിച്ച് കൂട്ടുവാനും സഭയെ പുറപ്പെടുവിക്കാനും. അതായത് പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഭൂമി മുഴുവനും കിടക്കുന്നതും മരിച്ചുപോയിരിക്കുമായ മൃതന്മാരെ എല്ലാവരും എഴുന്നേൽപ്പിച്ച് ഒരുമിച്ച് കൂട്ടുവാൻ ആദ്യത്തെ ദൈവത്തിൻ്റെ കാഹളം. അത് കഴിഞ്ഞ് അവരെ പുറപ്പെടുവിക്കാൻ ദൈവം കാഹളം ധ്വനിപ്പിക്കും. ഇങ്ങനെ കാഹളത്തിൻ്റെ ധ്വനി പുറപ്പെട്ടു വരും. ഇങ്ങനെ പുറപ്പെട്ടു വരണമെങ്കിൽ അവൻ
ക്രിസ്തുവിൻ്റെ ശരീരമായി തീരണം. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയായി തീരണം. അതിനു വേണ്ടിയിട്ട് അവൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിയാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കണം വിശ്വാസത്താൽ. രണ്ടാമത്തത് അനുസരണത്താൽ ക്രിസ്തുവിൻ്റെ മനസ്സിനെ പ്രാപിച്ചിരിക്കണം. മൂന്നാമത് തിരുമേശയിൽ കൂടി കർത്താവിൻ്റെ തിരുശരീര രക്തം പ്രാപിച്ചിരിക്കണം. ഇങ്ങനെ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ കൂടിയും കൂട്ടായ്മയിൽ കൂടിയും ഹൃദയപരമാർത്ഥത കൊണ്ട് ഭക്ഷണം കഴിച്ച് ഐക്യതയിൽ മുമ്പോട്ട് പോകുമ്പോൾ അവൻ ദൈവം അംഗീകരിച്ചവനാകുന്നെങ്കിൽ അവനെ ദൈവത്തിൻ്റെ സഭയോട് ദൈവം ചേർക്കും. അങ്ങനെ ചേർക്കുവാൻ ദൈവം സൂക്ഷിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഏക ശരീരമാകുമാറ് ഒരാത്മാവിനാൽ സ്നാനമേറ്റും ഒരാത്മാവിനെ പാനം ചെയ്തും അവനെ ദൈവത്തിൻ്റെ സഭയോട് ചേർത്ത് ഈ അന്ത്യകാലത്ത് നിർത്തിയവർ ഈ കാഹള ശബ്ദം ധ്വനിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ വരും? കാഹളം ധ്വനിക്കും, ഉയർക്കും, കേൾക്കും, ഉയർക്കും, രൂപാന്തരപ്പെടും. അവർക്ക് രൂപാന്തരം വരും. ഇത്രയും കാര്യങ്ങൾ അവരുടെ ശരീരത്തിൽ സംഭവിക്കും. അവർക്ക് രൂപാന്തരം വരും. നീ കാണുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരും. അപ്പോസ്തലനായ പൗലോസ് ഒരു മർമ്മമായിട്ട് പറയുകയാണ്. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. മർമ്മം എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യം, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. അന്ത്യകാഹളനാദത്തിങ്കൽ നമ്മെല്ലാവരും രൂപാന്തരപ്പെടും. രൂപാന്തരപ്പെടുന്നത് ആരാ? കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയായിട്ടുള്ളവർ മാത്രം. അവരാരൊക്കെയാണ്? അവർ ഒരാത്മാവിനാൽ സ്നാനമേറ്റവരാണ്. ഒരാത്മാവിനെ പാനം ചെയ്തവരാണ്. അവർ അനുസരണത്തിൽ കൂടി ക്രിസ്തുവിൻ്റെ മനസ്സിനെ പ്രാപിച്ചവരാണ്. അവർ തിരുമേശയിൽ കൂടി കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ പ്രാപിച്ചവരാണ്. അവർ കർത്താവിനാൽ ദൈവത്തിൻ്റെ സഭയോട് ചേർക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സഭയുടെ പ്രാധാന്യം അത്ര വലുതാണ്. ഏത്? ലോകത്തിൽ മനുഷ്യൻ വിശ്വാസത്തിൽ വരുമ്പോൾ അവൻ പ്രാപിച്ചിരിക്കേണ്ടുന്ന ഏറ്റവും വലിയ 3 നിശ്ചയങ്ങളാണ്. ഏതൊക്കെയാണ്? നിശ്ചയം. ഇപ്പോൾ നമ്മൾ പഠിച്ചതിൽ അത് 3 ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഉപദേശ നിശ്ചയം. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ കൂടി ദൈവം ആരെന്നുള്ളത് വ്യക്തമായി പഠിക്കുക. 2 സഹോദര നിശ്ചയം. എന്തിനു വേണ്ടിയിട്ട്? കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട്. 3 സഭാനിശ്ചയം. ഞാനായിരിക്കുന്ന സഭ ദൈവത്തിൻ്റെതാണോ? യേശുക്രിസ്തുവിൻ്റെ ശരീരം തന്നെയാണോ? അതിനോട് കർത്താവ് എന്നെ ചേർത്തിട്ടുണ്ടോ? അത് ചേർക്കാൻ തക്കവണ്ണം എന്നിൽ കർത്താവിൻ്റെ ആത്മാവുണ്ടോ? എന്നിൽ കർത്താവിൻ്റെ ആത്മാവുണ്ടോ? എൻ്റെ കർത്താവിൻ്റെ ആത്മാവിൽ ഞാൻ സ്നാനപ്പെട്ടിട്ടുണ്ടോ? പാനം ചെയ്തിട്ടുണ്ടോ? എന്നിൽ കർത്താവിൻ്റെ മനസ്സുണ്ടോ? എന്നിൽ കർത്താവിൻ്റെ തിരുശരീര രക്തമുണ്ടോ? സത്യോപദേശം എന്നിലുണ്ടോ? അത് ദൈവത്തിന് തൃപ്തി വന്ന് കർത്താവ് എന്നെ തൻ്റെ ശരീരമാകുവാൻ തക്കവണ്ണം സഭയോട് ചേർത്തിട്ടുണ്ടോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉറപ്പ് പ്രാപിച്ചിരിക്കണം. അപ്പം നമ്മുടെ വിശ്വാസത്തിലേക്ക് വരുമ്പോഴുള്ള 3 നിശ്ചയങ്ങൾ പറഞ്ഞേ. ഏതൊക്കെയാ? 1 ഉപദേശം. ഉപദേശം കൊണ്ട് എന്ത് സാധിക്കുന്നു? ഉപദേശ നിശ്ചയം കൊണ്ട് ദൈവം ആരെന്ന് നമ്മൾ പഠിക്കുന്നു. 2 സഹോദര നിശ്ചയം കൊണ്ട് എന്ത് സാധിക്കുന്നു? കൂട്ടായ്മ. അതായത് നമ്മുടെ കൂട്ടവകാശം. നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അവകാശം പ്രാപിക്കേണ്ടവരാണ്. കൂട്ടവകാശി. 3 സഭാനിശ്ചയം. എന്തിനു വേണ്ടിയിട്ട്? ലോകത്തിൽ എത്രയോ വിശ്വാസികളുണ്ട്. അവരെയൊന്നും സഭയോട് ചേർത്തിട്ടില്ല. സഭയോട് ചേർത്തിട്ടുള്ളത് ഒരു ചെറിയൊരു കൂട്ടം മാത്രമേ ഉള്ളൂ. സഭയോട് ചേർത്ത കൂട്ടം മാത്രമേ ഏത് ശബ്ദം കേൾക്കുള്ളൂ? ദൈവത്തിൻ്റെ കാഹളം കേൾക്കുകയുള്ളൂ. കാരണം ദൈവത്തിൻ്റെ കാഹളത്തിന് 2 ഉദ്ദേശമാണ്. 1 സഭയെ ഒരുമിച്ച് കൂട്ടുക, 2 സഭയെ പുറപ്പെടുവിക്കുക. ഈ 3 ശബ്ദങ്ങളും കേൾപ്പാൻ തക്കവണ്ണം കർത്താവിൻ്റെ സഭയായിട്ട് നമ്മൾ രൂപാന്തരപ്പെട്ട് കർത്താവ് തൻ ഗംഭീരനാദവും പ്രധാന ദൂതൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ കാഹളവും കേട്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ അവകാശം പ്രാപിപ്പാൻ എടുക്കപ്പെടുന്ന ദിവസം വരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ ഗ്രഹിച്ച് ദൈവത്തിൻ്റെ ഭാഗ്യമായിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധനായ ദൈവം ഈ വിഷയത്തിൽ പ്രവർത്തിക്കട്ടെ. സവിധ പ്രാർത്ഥിച്ചു.